അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സൗദിയിലെ ബുറൈദക്കടുത്ത് അൽ-അസിയ ഹുഷൈബ എന്ന് പറയുന്ന പ്രദേശത്താണ്. നമ്മളൊക്കെ കഴിഞ്ഞ 1-2 ദിവസങ്ങളായി വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന കൊല്ലം ജില്ലയിലെ ഒരു ഉമ്മയുടെ പൊട്ടിക്കരഞ്ഞുള്ള ഒരു അഭ്യർത്ഥന. തൻ്റെ മകനെ 10-20 വർഷമായി കാണാനില്ല, സലീം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ മകൻ്റെ പേരെന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ കാണുകയുണ്ടായി. ആ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ കസീമിൽ അന്വേഷിച്ചപ്പോൾ കസീമിന് അടുത്ത് അൽ-അസിയ ഹുഷൈബ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സലീംക്ക ഉണ്ടെന്നും അദ്ദേഹം നാട്ടിൽ പോയിട്ട് വർഷങ്ങളായി എന്ന് പറഞ്ഞു. അങ്ങനെ അൽ കസീമിലെ ICFൻ്റെ സെൻട്രൽ നേതാക്കളായ ബഹുമാനപ്പെട്ട ജാഫർ സക്കാഫിയോടും അതുപോലെ മൻസൂറാജി കൊല്ലത്തോടൊപ്പം അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി. ഏതായാലും കുറേ ആളുകൾ അദ്ദേഹം നാട്ടിൽ പോകണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോഴൊക്കെ അദ്ദേഹം ഓരോ പ്രയാസങ്ങൾ പറയുകയുണ്ടായി. എന്നാൽ ഇന്ന് അൽഹംദുലില്ലാ അദ്ദേഹത്തെ സന്ദർശിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് എല്ലാം അദ്ദേഹത്തോട് സന്തോഷമായി പിരിയുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇന്ന് നാട്ടിൽ പോകാനാണ്. ഏതായാലും അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഒക്കെ നാട്ടിലുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഇപ്പോൾ ഞങ്ങൾ വിളിച്ചു സംസാരിച്ചു. അദ്ദേഹത്തോട് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് സലീംക്കയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ICF അൽ കസീം സെൻട്രൽ കമ്മിറ്റി നടത്തുന്നതായിരിക്കും. കഴിഞ്ഞ 32 വർഷക്കാലമായി അദ്ദേഹം നാട്ടിൽ പോയിട്ടില്ല. അദ്ദേഹമാണെങ്കിൽ ഷുഗർ രോഗിയാണ്. 2 കാൽപാദങ്ങളും അദ്ദേഹത്തിന് അടുത്ത സമയത്ത് നഷ്ടപ്പെടുകയുണ്ടായി. ശാരീരികമായി വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് അദ്ദേഹം അവസാനമായി ഞങ്ങളോട് നാട്ടിൽ പോകാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പാസ്പോർട്ട് സംബന്ധമായും ഇഖാമ സംബന്ധമായും ഒക്കെ വലിയ പ്രയാസങ്ങളുണ്ട്. അതൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായും ഏജൻസികളുമായൊക്കെ സംസാരിച്ച് ക്ലിയർ ചെയ്ത് ഇദ്ദേഹത്തിന് നാട്ടിൽ പോകാൻ ആവശ്യമായ എല്ലാ വഴികളും മാർഗങ്ങളും ICF സ്വീകരിക്കുന്നതായിരിക്കും. ഏതായാലും 32 വർഷക്കാലം നാട്ടിൽ പോകാത്ത സലീംക്കയെ നാട്ടിലെത്തിക്കാൻ നിങ്ങളുടെയൊക്കെ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളോടും എല്ലാവരോടും വിനീതമായി അപേക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഏതായാലും സലീംക്ക നാട്ടിൽ പോവല്ലേ? ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് പോകണം. അതിനെന്തൊക്കെയാണോ വേണ്ടത് ഇൻഷാ അല്ലാഹ് അതിനെന്തൊക്കെ വേണമെങ്കിലും ഞങ്ങൾ ICF ചെയ്തിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഭാര്യ കുട്ടികളൊക്കെ എപ്പോഴും വിളിക്കണം, സന്തോഷങ്ങൾ പങ്കുവെക്കണം. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ എല്ലാവിധ പിന്തുണയും ICFൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും കേട്ടോ. ഇൻഷാ അല്ലാഹ് പോയി ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ ബന്ധപ്പെടാം നിങ്ങളെ. ഇൻഷാ അല്ലാഹ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.